വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. ഞാൻ സബീർ സാത്രി നാരായണൻ. അപ്പോൾ സാധാരണ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ഒരു 10 മിനിറ്റിനകത്ത് തന്നെ തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും, ഒരു 15 to 20 മിനിറ്റ്സ് ആ ഒരു റേഞ്ചിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സൂചന തരാം. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിനി മുമ്പോട്ടേക്ക് കണ്ടാൽ മതി. ജനിച്ച സമയമല്ല ഒരു കുട്ടിയുടെ ജനന സമയമായിട്ട് കണക്കാക്കേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? രണ്ടാമത്തെ കേസ്, നമ്മളടുത്ത് സാധാരണ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെലിവറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളടുത്ത് ഡെലിവറി കഴിഞ്ഞ കുട്ടിയുമായിട്ട് വരുന്നത് അവിടുത്തെ ഒരു പക്ഷേ സ്റ്റാഫ് നഴ്സ് ആയിരിക്കാം. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സമയമുണ്ട്, നിങ്ങളുടെ കുട്ടി ഈ സമയത്താണ് ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ആ ഒരു ടൈമിനെ നമ്മൾ എത്രത്തോളം മുകളിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയം കറക്റ്റ് ആയിരിക്കുമോ? ശരിക്കും എന്തിനാണ് ഈ ഒരു ജനന സമയം ഇത്രയും കൃത്യതയോടെ, അതായത് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡുകളടക്കം നമുക്ക് എത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനിയിപ്പോൾ ജാതി മതം എന്നൊന്നും പറഞ്ഞു തുടങ്ങുന്നില്ല. എന്നിരുന്നാൽ കൂടെ വെറും ഹിന്ദുക്കൾ മാത്രമാണോ ഈ ഒരു ജനന സമയം നോട്ട് ചെയ്ത് വെക്കേണ്ടത്? അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, ഇനി ആ ഒരു ജനന സമയം കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് ആ ഒരു കുട്ടിക്ക്, ജനിച്ച കുട്ടിക്ക് ഭാവിയിൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും, അല്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടാകും. അപ്പോൾ തുടങ്ങി ഇത്തരം ഒരു 4-5 പോയിന്റ്സാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇനി മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ വിഷയത്തിലേക്ക് പോകാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെലിവറി കഴിയുന്ന ആ ഒരു ടൈമല്ല നമുക്ക് വേണ്ടത്. അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു കുട്ടി ആദ്യമായി ശ്വാസം എടുക്കുമ്പോൾ ആ കുട്ടി ഒരു കരച്ചിൽ കരയും. അപ്പോൾ ആ ഒരു കരയുന്ന സമയമാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ആ ഒരു കുട്ടി പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് ആദ്യമായിട്ട് കരയുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നടക്കുന്ന അവിടെ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം കുറച്ച് ഡീപ്പാണ്, അത് കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ആ ഒരു കുട്ടി, ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആദ്യമായി കരയുന്ന ആ മൊമെൻറ്റിലെ ആ ഒരു സമയമാണ്. അപ്പോൾ ഡ്യൂട്ടി നേഴ്സിന് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞു വെക്കണം എപ്പോഴാണ് കുട്ടി ആദ്യമായി കരയുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ സമയമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നോട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം അധികമാരും ചെയ്യാത്തതാണ്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ എല്ലായിടത്തേക്കും ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്യണം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ഈ ഒരു പോയിന്റ്, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് കരയുന്ന ആ ഒരു മൊമെന്റ്, അത് എത്രയാണോ ആ ഒരു സമയം, എത്ര സെക്കൻഡ്സ്, ഇല്ലെങ്കിൽ അത് നോക്കുന്ന ആ ഒരു ഡോക്ടറെ കയ്യിലുള്ള വാച്ചിലെ ടൈം എന്താണോ അതേ സമയം തന്നെ ആയിരിക്കണം ആ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് പുറത്തിരിക്കുന്ന, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തിരിക്കുന്ന നിങ്ങളോട് വന്ന് പറയുമ്പോഴും അതേ സമയം തന്നെയാണോ, അല്ലെങ്കിൽ ആ 2 വാച്ചും 2 ക്ലോക്കും തമ്മിൽ കറക്റ്റാണോ എന്നുള്ള കാര്യം അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തണം. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, ഒരു ഡോക്ടറെ കയ്യിൽ കിട്ടിയ വാച്ചും പുറത്തിരിക്കുന്ന നമ്മളെ വാച്ചും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ 2 തരം സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവുന്നില്ല. അത് പല കോർപ്പറേറ്റ് കമ്പനികളിലും അവരുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് 1-2 മിനിറ്റ് വ്യത്യാസത്തിലാണ്. പക്ഷേ ഇതൊന്നും മെയിൻ മീഡിയയിൽ കൂടി നിങ്ങൾ ആരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടെ അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമ്മളടുത്ത് പറയും, ഇപ്പോൾ നിങ്ങളുടെ വാച്ചിൽ 12 മണിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കുറച്ച് വെക്കണം എല്ലാവരും സൂചി, അല്ലെങ്കിൽ കുറച്ച് കൂട്ടി വെക്കണം, കുറച്ച് കൂട്ടിയോ കുറച്ചോ വെക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു കാലഘട്ടം വരാൻ പോകണം. അധികമൊന്നും പോകണ്ട, അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പാരൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അവരുടെ ജനന സമയം. അതായത് അവർ ആദ്യമായി പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത ആ ഒരു മൊമെൻറ്റ് നോട്ട് ചെയ്ത് നാളെ അവർക്കും വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഈ ഒരു സമയം, ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഡെലിവറി
സമയത്തിന് അപ്പുറം അവർ ആദ്യമായിട്ട് കരയുന്ന ആ ഒരു മൂമെന്റ് നോട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും, എന്തിനാണ് ഇത്രയും കൃത്യതയോടുകൂടി ഈ ഒരു സമയം നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, കറുത്തതായിക്കോട്ടെ വെളുത്തതായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 9 പ്രധാനപ്പെട്ട 9 റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ, അതായത് നമ്മൾ ജീവിച്ചു വളർന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്ന ആ ഒരു സംസ്കാരത്തിൽ അതിനെ വിളിക്കുന്നത് നവഗ്രഹങ്ങൾ എന്നാണ്. നിങ്ങൾ പലരും കേട്ട് കാണും, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു ആൻഡ് കേതു. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളും അതിൻ്റെ റേഡിയേഷൻസിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രം നമുക്കുണ്ട്. അതിൻ്റെ പേരാണ് ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയും. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഈ ജ്യോതിഷം എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും, പ്രത്യേകിച്ച് ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിൽ ആസ്ട്രോളജിയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും മുഖത്ത് ഒരു പുച്ഛം എനിക്കിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നാൽ ഇതേ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് എന്താഴ്ചയാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം എന്ന് ചോദിച്ചാൽ അവർ സിമ്പിളായിട്ട് പറയും ഇന്ന് തിങ്കളാഴ്ചയാണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ്, അല്ലെങ്കിൽ ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പം എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് അവരുടെ അടുത്ത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പപ്പം പഠിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരേ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലാന്തരങ്ങളായി കലണ്ടറുകൾ അവർ കണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പേരുകളാണ്. അതുകൊണ്ടാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അങ്ങനെ പറയാൻ കാരണം. എന്നാൽ സത്യം അതാണോ? ഇതിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയണം, നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം, ഈ കൊല്ലം, സമയം, മിനിറ്റ്, എന്തിനു പറയണോ, ഇപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന ആ ഒരു ശ്വാസത്തിൽ വരെ, അല്ലെങ്കിൽ ആ ശ്വാസത്തിന് വരെ ഇവിടുത്തെ നവഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഒരാളുടെ ആ ഒരു ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന നവഗ്രഹങ്ങളുടെ കണ്ടന്റ് ആയിരിക്കില്ല അമേരിക്കയിൽ നിന്ന് ശ്വസിക്കുന്ന ഒരാൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഗ്രഹങ്ങളും സ്ഥാനങ്ങളും എവിടെയാണെന്നുള്ളതിനെ ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. സോ പറഞ്ഞു വരുന്നത്, ജ്യോതിഷം എന്ന ആ ഒരു ശാസ്ത്രം അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്താൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം കാണാൻ പോകുന്നത്. അതായത് ഒരു വ്യക്തിയുടെ, അയാളുടെ ഭാവി, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലൂടെ അയാൾ കടന്നു പോകും, ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ സൂചന നൽകാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഒരാൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റെസ്യൂമിന് ഉള്ളിൽ, അല്ലെങ്കിൽ അയാളുടെ ബയോഡാറ്റയ്ക്കകത്തിൽ ഇപ്പം നമ്മൾ കാണുന്നതിനപ്പുറം അയാൾ ജനിച്ച ഡേറ്റും ദിവസത്തിനപ്പുറം അയാൾ ജനിച്ച സമയം കൂടി മസ്റ്റായിട്ടും രേഖപ്പെടുത്തി വെക്കണം എന്ന് കമ്പനികൾ ആവശ്യപ്പെടുന്നൊരു കാലഘട്ടം. ഓരോ കോർപ്പറേറ്റ് കമ്പനികളിലും ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജർ സ്ഥിരമായി നിയമിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇനി നടക്കാൻ പോണത് എന്ന് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ അവിടെ ചെയ്തു വയ്ക്കുന്നത്. ഒരു കാര്യം നമ്മൾ 100 പേരിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ 100 പേരിലും അത് ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു റിയൽ സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ശാസ്ത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് ഈ ഒരു ആസ്ട്രോളജിയുടെ കാര്യം. അപ്പോൾ റിയൽ ആസ്ട്രോളജി എന്ന് പറയുന്നത് കറക്റ്റ് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുന്നത് എല്ലാവരിലും ഒരേപോലെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഓരോന്നും കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാറ്റിക്കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ആസ്ട്രോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇന്ന് കേരളത്തിലുണ്ട്. എം തിയറി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ മിത്രാത്മജൻ മിത്രൻ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഗൂഗിളിലും സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആസ്ട്രോളജിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപം, ഇല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു രൂപം എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് അയാളുടെ കുടുംബം, അയാളുടെ ചുറ്റുപാട്, A to Z കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അതുവഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ യൂട്യൂബിൽ മിത്രാത്മജൻ മിത്രൻ, ഞാനിവിടെ താഴത്തെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗൂഗിൾ ചെയ്ത് ഒന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. സോ പറഞ്ഞു വന്നത്,
നിങ്ങളിതിൽ വിശ്വസിക്കുന്നവരോ അല്ലാത്തവരോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കാരണം അപ്പോൾ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ സമയം നിങ്ങൾ നോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതല്ല നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു സമയം ജസ്റ്റ് ഒന്ന് പേന വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ. ഇനി ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ഒരു കുട്ടി നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഏത് ഹോസ്പിറ്റലായിക്കോട്ടെ, ഏത് നാട്ടിലായിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, ആദ്യമായിട്ട് ആ കുട്ടി കരയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സുമായി കണക്റ്റ് ആവുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സ്ഥലത്ത് നവഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിലാണ് നിൽക്കുന്നത്, ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണക്കൂട്ടിയെടുക്കുന്ന ഒരു സംഭവമാണ് ഗ്രഹനില എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയണേ. അപ്പോൾ അങ്ങനെ എവിടേക്കാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതിന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതിനാണ് ഗ്രഹനില എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു 10:10 ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും അമേരിക്കയിൽ 10:10 ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും അവിടെ രണ്ട് സ്ഥലങ്ങളിലെയും ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് മാറ്റം കാണും. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാൻ ആസ്ട്രോളജിയിൽ ഒരുപാട് കണക്കുകൂട്ടലും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ആ കുട്ടി ജനിച്ച അല്ലെങ്കിൽ പ്രപഞ്ചവുമായി കണക്റ്റായ ആ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് കൂടി നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നേരത്തെ ഗ്രഹനില എന്ന് പറയുന്ന ആ ഒരു 12 കള്ളി നിങ്ങൾ പലരും കണ്ടു കാണും സിനിമയിലും മറ്റ് എല്ലാം. അല്ലെങ്കിൽ പലർക്കും ജാതകം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത മറ്റു മതസ്ഥരാണെങ്കിലും അവർ ഇത്തരത്തിലെല്ലാം കണ്ടു കാണും. ഈ ഒരു 12 കള്ളിയും അതിനകത്ത് പല അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. രാ, ഭൂ, മാ, ശി എന്നെല്ലാം പറഞ്ഞ് പല അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഒരു 12 കള്ളികൾക്കും ഓരോ സ്വഭാവം. അപ്പോൾ ശരിയായ ഒരു ആസ്ട്രോളജർക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ജനിച്ച സമയത്ത് ഇന്ന സ്ഥലങ്ങളിലായിരുന്നു ഇന്ന ഗ്രഹങ്ങൾ എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ഭാവി ഏത് റൂട്ടിലാണ് പോകേണ്ടത് എന്നുള്ള എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഏത് റൂട്ടിലാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന നൽകാൻ ആ ഒരു കറക്റ്റ് ടൈം നമ്മൾ നോട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രഹനില കൊണ്ട് നമുക്ക് സാധിക്കും. ഒരു കുട്ടിയുടെ ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രഹനിലയിൽ കാണിക്കുന്നത് അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇരുമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലിയാണ് ആ കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും. അത് അവൻ്റെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇതൊന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കത് അവിടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഇരുമ്പുമായി ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കത്തി ഉണ്ടാക്കുന്ന ജോലിയും ഇരുമ്പിൻ്റെ പണിയാണ്, കപ്പലുണ്ടാക്കുന്ന ജോലിയും ഇരുമ്പിൻ്റെ പണിയാണ്. അപ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് ആ റൂട്ടിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം പുഷ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിംഗ് ആണ്. അങ്ങനെ ഓരോ കള്ളി ഞാൻ പറഞ്ഞ ഈ 12 കള്ളിയും ഈ ഗ്രഹനില എഴുതിയ 12 കള്ളിക്കും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതെല്ലാം കൂടി എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, ജസ്റ്റ് ഉദാഹരണം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ആ ഒരു സമയമാണ്. അപ്പോൾ അത് അത്രയും ആക്യുറേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു 12 കള്ളിക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാനും പറ്റും. അതുവഴി അവരുടെ ഭാവി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് മുമ്പോട്ട് പോവുക എന്നുള്ളതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാനും പറ്റും. സോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ മൈൻഡിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് എത്തിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനിച്ച് വീഴുന്ന ഒരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ആദ്യത്തെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് അവരുടെ സമയം, ജനന സമയം നോട്ട് ചെയ്ത് വെച്ച് നാളെ അവർക്കത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റും ഇതിൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലത്തെ ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോഴല്ല ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമുക്ക് ടി വിയിലും ന്യൂസ് പേപ്പറിലും മീഡിയ കൂടി വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പലതിനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കുട്ടി ആദ്യമായിട്ട് കരയുന്ന ആ ഒരു മൊമെൻറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളൊന്ന് മനസ്സിലാച്ചാൽ മതി. അത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.